നീത സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾക്ക് വളരെ ഞെട്ടലോടെയാണ് ട്രംപിന്റെ വാക്കുകൾ ആദ്യഘട്ടത്തിലൊക്കെ കേട്ടിരുന്നത്. കാരണം വെടിനിർത്തൽ വരാൻ പോകുന്നു, വെടിനിർത്തൽ 5 ദിവസത്തേക്ക് പ്രാബല്യത്തിൽ വരാൻ പോകുന്നു. ആ സമയം മുതൽ തന്നെ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യം ഉണ്ടാകും എന്നുള്ള ഒരു സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ യുദ്ധത്തിൽ കൂടുതൽ ശക്തമായി തിരിച്ചു വരാനുള്ള ഒരു സമയമെടുക്കുകയാണ് ട്രംപ് എന്നും ഈ ഒരു 5 ദിവസത്തിനുള്ളിൽ വേണ്ട കൂടുതൽ സൈനികരെയും അതോടൊപ്പം തന്നെ പടക്കോപ്പുകളും ഒക്കെ ആയി തിരികെ എത്താനുള്ള ഒരു നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിനുവേണ്ടിയാണ് ഈ സമയമെടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഈ പറഞ്ഞ 5 ദിവസം പോലും പൂർത്തിയാകുന്നതിന് മുൻപ് ഈ സമാധാന ചർച്ചയ്ക്ക് വഴി തെളിഞ്ഞിട്ട് പോലും ആക്രമണം അയവില്ലാതെ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വരുന്ന അമേരിക്കയും ഇസ്രായേലും ഇറാനിലെ ബുഷഹർ ആണവ നിലയം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി എന്നുള്ളതാണ്. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ആണവ നിലയത്തിന് സാങ്കേതിക നാശനഷ്ടങ്ങളോ അതോടൊപ്പം തന്നെ ആളപായങ്ങളോ ഒന്നും തന്നെ അവിടെ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ പ്ലാന്റിന്റെ പരിസരത്ത് ഒരു പ്രൊജക്ടൈൽ പതിച്ചതായി ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം ഇപ്പോൾ വീണ്ടും ഞെട്ടിക്കുകയാണ്. കാരണം ട്രംപ് തന്നെയാണ് അടുത്ത 5 ദിവസത്തേക്ക് യുദ്ധമുണ്ടാകില്ല, ഈ പ്രത്യേകിച്ച് ഈ ആണവ നിലയങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ഒന്നും തന്നെ ആക്രമണം നടത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എങ്കിൽ ആ വാക്ക് വെറും വാക്കാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഈ പ്ലാന്റിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ജീവനക്കാർക്ക് പരിക്കേറ്റു എന്ന് ഇറാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സാധാരണ നിലയിലാണ് പോകുന്നത്. അതായത് ഈ പ്ലാന്റിനുള്ളിലെ ജീവനക്കാർക്ക് ചെറിയ രീതിയിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് ഇറാൻ എന്തായാലും തള്ളുന്നുണ്ട്. ഈ ജീവനക്കാർക്ക് ഒന്നും തന്നെ പരിക്ക് പറ്റിയിട്ടില്ലെന്നും പ്ലാന്റിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സമീപ ദിവസങ്ങളിൽ ആണവ കേന്ദ്രത്തിന് സമീപം നടന്ന 2ാമത്തെ ആക്രമണമാണ് ഇത് എന്ന് വേണം പറയാൻ. മാർച്ച് 17 സമാനമായൊരു സംഭവം ഉണ്ടാകുന്നത്. അതിലും ആർക്കും പരിക്കേൽക്കുകയോ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. എന്തായാലും ട്രംപിന്റെ ഈ ഒരു വാക്ക് അത് വെറും വാക്കാകുന്ന ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. ഇതിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം ഇറാൻ കടുപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. സൗദിക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ കിഴക്കൻ മേഖല ലക്ഷ്യമിട്ടെത്തിയ 5 ഡ്രോണുകൾ തകർത്തതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബഹ്റൈനിലും കുവൈറ്റിലും ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. കുവൈറ്റ് വിമാനത്താവളത്തിലെ എണ്ണ ടാങ്കർ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടന്നതെന്നും ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തമുണ്ടായി എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം അവിടെയും ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുവൈറ്റ് വിമാനത്താവളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന 5ാമത്തെ ആക്രമണം കൂടിയാണ് ഇതെന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 2 മണിക്കൂറുകളിലായി ബഹ്റൈനിൽ 4 തവണയാണ് അപായ സൈറൺ മുഴങ്ങിയതെന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെ തന്നെ ഇറാൻ ആക്രമണം ആരംഭിച്ചിരുന്നു. ഈ ട്രംപും ഈ ഒരു ആക്രമണം നിർത്താത്ത ഒരു സാഹചര്യം കൂടെയാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അത് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇതിന്റെ ഭാഗമായി 15 നിർദ്ദേശങ്ങൾ അടങ്ങിയ ശുപാർശ അത് അമേരിക്ക ഇറാന് കൈമാറിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇറാനിലുള്ളവർക്ക് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹമെന്നും ഇതിനായി ശരിയായ നേതാക്കളുമായി ചർച്ച നടക്കുന്നുണ്ടെന്നുമാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ ചർച്ചകൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇറാൻ തള്ളുകയാണ്. ഈ നേരിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ അമേരിക്കയുടെ ഒരു വാദം ആദ്യഘട്ടം മുതൽ തന്നെ ഇറാൻ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അമേരിക്കയുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നും ട്രംപിന്റേത് വെറും വ്യാജ വാർത്തയാണെന്നുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അമേരിക്ക ആയിരക്കണക്കിന് സൈനികരെ കൂടെ ഈ മേഖലയിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നുവെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. US ആർമിയുടെ എലൈറ്റ് വിഭാഗമായി 82ാം എയർബൺ ഡിവിഷനിലെ സൈനികരെയാണ് അയക്കുന്നതെന്നും നോർത്ത് കരോലിനയിലെ ഫോർട്ട് ബ്രാഗിൽ നിന്നുള്ള 3000-ഓളം സൈനികർ ഇതിൽ ഉൾപ്പെടുമെന്നും ഒക്കെ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആ രീതിയിലാണ് ഇപ്പോൾ ഈ യുദ്ധം വീണ്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക ആയിരക്കണക്കിന് സൈനികരെ തന്നെ വിന്യസിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് വീണ്ടും ആശങ്കയുണ്ടാകുന്നുണ്ട്. നമുക്കറിയാം സാമ്പത്തിക മേഖലയടക്കം എത്രത്തോളമാണ് ഈ ഒരു യുദ്ധം അത് ബാധിച്ചത് എന്നുള്ളത്. യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന് വന്നതിന് പിന്നാലെ സ്വർണ്ണവിലയടക്കം തിരിച്ചു കയറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ സ്വർണ്ണവില വീണ്ടും ഈ യുദ്ധം കടുക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാകും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അമേരിക്കൻ സേനയിലെ എലൈറ്റ് വിഭാഗമായ 82ാം എയർബൺ ഡിവിഷനിൽ നിന്നുള്ള ആയിരക്കണക്കിന് സൈനികർ കൂടെ ഈ പശ്ചിമേഷ്യയിലേക്ക് എത്തുമ്പോൾ ഈ യുദ്ധം ഏത് രീതിയിലാകും ഇത് വീണ്ടും മുന്നോട്ട് പോവുക, കൂടുതൽ കടുത്ത ആക്രമണങ്ങളിലേക്ക് തന്നെയാണ് ട്രംപ് കടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഒരു തരത്തിലും മുട്ടുകുത്താനുള്ളൊരു തീരുമാനം അത് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്.
എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.